അഞ്ചൽ ദേശവാസികൾ, സഹോദരി സഹോദരങ്ങൾ, ഓട്ടോ ഡ്രൈവേഴ്സ്, യാത്രക്കാരായ മറ്റു പ്രിയപ്പെട്ടവർ, വ്യാപാരി സഹോദരങ്ങൾ, നിങ്ങൾക്ക് ഏവർക്കും ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ അപ്പോസ്തലിക് ഇവാഞ്ചലിസം ബോർഡ് നേതൃത്വം നൽകുന്ന ലഹരി വിമുക്ത കേരളം 2026 എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യും. ഈ സമയം വരെ മനോഹരമായ ഗാനങ്ങളൊക്കെ കേൾക്കുവാൻ നമുക്കിടയായല്ലോ. അല്പസമയം കൂടെ നിങ്ങളുടെ വലിയൊരു ശ്രദ്ധയെ ക്ഷണിക്കുന്നു. സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന നമ്മുടെ നാട് സുരക്ഷിതപ്പെടുത്തുമെന്നും സുരക്ഷിതമായിരിക്കുന്നുവെന്നും നമ്മളെല്ലാം സംരക്ഷിതരാണെന്നും നാം കരുതി ഓരോ ദിവസം കഴിഞ്ഞു കൂടുമ്പോഴും മനസാക്ഷിയോട് ചോദിച്ചാൽ നമുക്ക് നന്നായിട്ടറിയാം, നമ്മളായിരിക്കുന്ന നാട് അത്ര സുരക്ഷിതത്വത്തിലൊന്നുമല്ല. നാട് വലിയൊരു അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഉച്ചഭാഷണിയിലൂടെ ഞങ്ങൾ നിങ്ങളുടെ വാക്കുകൾ അറിയിക്കുമ്പോൾ ഓർക്കുക, ദിനംപ്രതി പത്രമാധ്യമങ്ങളിലും TV ചർച്ച വാർത്തകളിലൂടെ നാം കേൾക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ മുഴുവനും മനുഷ്യനെ സ്വസ്ഥത കെടുത്തുന്ന, ഉറക്കം കെടുത്തുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളല്ലേ നാം ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത്. അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അരാജകത്വത്തിന്റെയും അനീതിയുടെയും രക്തച്ചൊരിച്ചിലിന്റെയും പിന്നിലെ കാരണഭൂതരാരാണ്? നമുക്കറിയാം, നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ലഹരി വിമുക്തി ക്യാമ്പയിനുകൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിലായി സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ബഹുമാനിയായ മുൻ മുഖ്യമന്ത്രി പിണറായി സാറിന്റെ നേതൃത്വത്തിലും ഇപ്പോൾ തുറന്നിരിക്കുന്ന സതീഷ് സാറിന്റെ നേതൃത്വത്തിലും ലഹരി വിമുക്തിയുടെ പ്രവർത്തനം ശക്തമായ നിലവാരത്തിൽ കേരളത്തിന്റെ ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെയും പരമാവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോഴും അതിന്റെ കണ്ണുവെട്ടിച്ച് രഹസ്യത്തിന്റെ മറവിൽ ലഹരിയുടെ വിളയാട്ടം നമ്മുടെ നാടിനെ കീഴടക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സ്കൂൾ കലാലയത്തിന്റെ ഇത്ര മീറ്റർ ദൂര പരിധിയിൽ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കുമ്പോൾ തന്നെ സ്കൂൾ കാമ്പൗണ്ടുകൾക്കകത്ത് ലഹരി എത്തിക്കുന്ന മാഫിയകൾ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? കൊല്ലം ജില്ലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കോളേജിൽ, ഒരു സ്കൂളിൽ റിപ്പോർട്ട് ചെയ്ത വാർത്ത, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പുകവലിച്ച് സ്കൂൾ കോമ്പൗണ്ടിൽ രഹസ്യമായിരിക്കുന്നത് സഹപാഠി കണ്ട് അത് ചോദ്യം ചെയ്തപ്പോൾ ആ കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തി. സ്കൂളിന്റെ പേര് പറഞ്ഞ് അപഹാസ്യപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മാനേജ്മെന്റ് പറഞ്ഞ് ഇങ്ങനെ സ്കൂളിന്റെ പേര് ചീർത്തപ്പേരുണ്ടാകും, അതുകൊണ്ട് ഈ വിഷയം കാര്യമാക്കരുത്. ഓർക്കുക, മാനേജ്മെന്റുകളും സ്കൂൾ സ്ഥാപനങ്ങളും പോലും പലപ്പോഴും അനീതിക്കെതിരെ കണ്ണടയ്ക്കുമ്പോൾ സമൂഹത്തോടൊന്ന് പറയാനുള്ളൂ. നമ്മുടെ കേരള സർക്കാരിന്റെ നിയമാധികാരികൾ ലഹരിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരാരാവോളം നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ വ്യക്തികളും എടുക്കേണ്ട തീരുമാനമാണ് ലഹരി നമ്മുടെ നാടിന് അന്തസ്സല്ല, അത് അപമാനമാണ്. മദ്യം നമുക്ക് വേണ്ട, മയക്കുമരുന്ന് നമുക്ക് വേണ്ട. നാട് ആപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരി വസ്തുക്കളോട് നോ പറയുവാൻ അടുത്ത തലമുറ കേരളത്തിൽ എഴുന്നേൽക്കണം എന്ന ഏക ഉദ്ദേശത്തോടുകൂടെയാണ് ഞങ്ങൾ നിങ്ങളോട് ഈ സന്ദേശം അറിയിക്കുന്നത്. ഒന്നേ ഉള്ളൂ. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒറ്റമാർഗം ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കട്ടെ. കേൾക്കുക, ലഹരി ഉൽപ്പന്നങ്ങളുടെ വിളയാട്ടം ദേശത്തിന്റെ സ്വസ്ഥത കെടുത്തുന്നു. ചെറിയൊരു വിവരണം നൽകി ഞങ്ങളുടെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ നാട് വലിയൊരു ആപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം, തൊട്ടടുത്ത് പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഉറങ്ങിക്കിടന്ന 6 വയസ്സ് ബാലികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 60കാരനെ പ്രേരിപ്പിച്ച പാപത്തിന്റെ ശക്തിയെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മുത്തം നൽകി മാറോടണയ്ക്കേണ്ട പിഞ്ചോമനകളെ പിച്ചി ചീണ്ടുവാൻ ആക്രമണം കാണിക്കുന്ന പ്രേമഭ്രാന്തന്മാർ നമ്മുടെ ഈ കേരളത്തിൽ വർദ്ധിക്കുന്നതിന് പിന്നിലെ കാരണമെന്താ? അവരുടെ ഉള്ളിലെ പാപത്തിന്റെ ശക്തിയാണ്. വലിച്ചു കയറ്റുന്ന പുകയായാലും കഞ്ചാവായാലും വേടിച്ച് കുടിച്ചു കയറ്റുന്ന മദ്യമായാലും മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന അനീതിയും അക്രമങ്ങളും മനുഷ്യനെ സമാധാനം കെടുത്തുന്നു. ഇന്ത്യൻ റെയിൽവേയിൽ നടന്ന സംഭവം കഴിഞ്ഞ ദിവസം പത്രത്തിൽ നമ്മൾ വായിച്ചത്. കേൾക്കുക, പ്രസവ വാർഡിൽ കുഞ്ഞിന് സുരക്ഷിതത്വമില്ല. കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ പ്രസവിച്ച കുഞ്ഞിനെ അടിച്ചുകൊണ്ടുപോയി. പത്തനംതിട്ടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഴുവനും അവിടുത്തെ കളക്ടർ സഹിതം ചില വർഷങ്ങൾക്ക് പിന്നിൽ ഇത് അന്വേഷണം നടത്തിയപ്പോൾ കുഞ്ഞുങ്ങളെ മോട്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു മാഫിയ പ്രസവ വാർഡിനകത്തിറങ്ങി. എന്തിന്? കുഞ്ഞുങ്ങളെ നമ്മുടെ വീട്ടിൽ സ്വസ്ഥമായിട്ട് കിടത്തി ഉറക്കാൻ നമുക്ക് ധൈര്യമുണ്ടോ?
തലേ രാത്രി സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പിറ്റേന്ന് രാവിലെ മോട്ടിക്കൊണ്ട് പോകുന്ന കുർവാസംഘ പറയില്ലേ ഈ കേരളത്തിൽ. സാറേ, ഞങ്ങളുടെ വീട് സുരക്ഷിതത്വമാ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, അവിടെ കടിച്ചു കീറുന്ന പട്ടിയുണ്ട്, നല്ല ക്യാമറയുണ്ട്, ഗോദ്രേജിന് ഭൂട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ കണ്ണുപൊട്ടിച്ച് മുഴുത്ത കാറൊരുത്തൻ അടിച്ചുകൊണ്ട് പോയി കേരളത്തിൽ. അവന്റെ പേര് ബണ്ടി ചോറെന്നാണ്. സുരക്ഷിതത്വമില്ലെന്നേ വിശ്വസിച്ച് ആരുടെയെങ്കിലും കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോകാനുള്ള ധൈര്യമുണ്ട് അമ്മമാർക്ക്. ആരുടെയെങ്കിലും പെൺകൊച്ചിനെ ഏൽപ്പിച്ചിട്ട് പോകാൻ ഒക്കത്തില്ല. കേരളത്തിന്റെ അവസ്ഥ ഇപ്പോൾ അങ്ങനെയാ സാറേ. വിവാഹം കഴിപ്പിച്ചു വിട്ടാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് കരുതിയാൽ അഞ്ചൽ പട്ടണത്തിന്റെ സമീപ പ്രദേശത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കെട്ടിച്ചു വിട്ട പെണ്ണിനെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച കഥ അഞ്ചലുകാർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എവിടെയാണ് സാറേ സുരക്ഷിതത്വമുള്ളത്? ഇതിന് പിന്നിലെ കാരണമെന്താ? മനുഷ്യന്റെ ഉള്ളിലുള്ള ആ ആദ്യായ അത്യാഗ്രഹം, ലഹരിയാണ് സകല തിന്മയുടെയും കാരണഭൂതനെങ്കിൽ. പലർക്കും പലതിനോട് ലഹരി. ചിലർക്ക് പണത്തോട് ലഹരി, ചിലർക്ക് ജഡത്തോട് ലഹരി, ചിലർക്ക് രക്തത്തോട് ലഹരി, ചിലർക്ക് മദ്യത്തോട് ലഹരി, ചിലർക്ക് പല വിധത്തിലാണ് ഓരോരുത്തരെയും ഹൃദയത്തിൽ ഇതിനോട് ലഹരിയായി മാറുന്നത്. ഒരു മനുഷ്യനെ അധികമായി കീഴടക്കുന്ന എന്തോ അതാണ് അവന്റെ ലഹരി. അതുകൊണ്ടാണ് 6 വയസ്സുള്ള കുഞ്ഞിനെ മാറോട് അണച്ചു പിടിക്കേണ്ട ഒരു അപ്പന്റെ സ്ഥാനത്തുള്ള ഒരു അപ്പൂപ്പന്റെ സ്ഥാനത്തുള്ള ഒരു മനുഷ്യൻ 6 വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിക്കാൻ തയ്യാറായത് അവന്റെ ഉള്ളിലെ ഭാവമാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, മനുഷ്യനെ ഈ ലഹരിയിലേക്ക് വലിച്ചടയ്ക്കുന്നത് അവന്റെ ഉള്ളിലുള്ള ഭാവമാണെങ്കിൽ, മനുഷ്യന്റെ ഉള്ളിലുള്ള ഇരുട്ടാണെങ്കിൽ, ഇരുട്ടിന്റെ കാരണഭൂതൻ പിശാചാണ്. മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് പിശാചാണ്. അത് അവനുള്ള ഇരുട്ടാണ്. എന്നാൽ സാറേ, ഇതിനെന്താ പ്രതിവിധി എന്നോട് ചോദിച്ചാൽ, പണം കൊടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? പാവത്തിനെ പിടിച്ചു കെട്ടുവാൻ കഴിയുമോ? പാവത്തെ നശിപ്പിക്കാൻ എന്താ സാധിക്കുന്നത്? ഇതിനെന്താ സാറേ മറുമാർഗം എന്ന് ചോദിച്ചാൽ ഒറ്റ മാർഗമേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ. മനുഷ്യന്റെ ഉള്ളിലുള്ള ഇരുട്ട് മാറണമെങ്കിൽ അവന്റെ ഉള്ളിൽ വെളിച്ചം വരണം. വെളിച്ചം വരണമെങ്കിൽ ആ വെളിച്ചം യാഥാർത്ഥ വെളിച്ചമായിരിക്കണം. നമുക്കറിയാം, യേശയുടെ വെളിച്ചമെന്നറിയപ്പെടുന്ന ശ്രീബുദ്ധൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലും അദ്ദേഹത്തിന്റെ ചരിത്രവും പഠിക്കുമ്പോൾ പറയുന്നത് യേശുയുടെ വെളിച്ചം അദ്ദേഹമാണെന്നാണ്. അത് നമുക്കറിയാം. നമ്മുടെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നൽകിത്തന്ന അനവധി വീരന്മാർ നമുക്കുണ്ട്, നേതാക്കന്മാരുണ്ട്. അവരുടെയൊക്കെ വാക്കുകളും അവരുടെയൊക്കെ പ്രവൃത്തികളും നമുക്ക് വെളിച്ചം തന്നിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം മരിച്ചുപോയി, അവരാരും ഇപ്പോൾ നിലവിലില്ല. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി തരാം. യേശുയുടെ മാത്രമല്ല, സകല ലോകത്തിന്റെയും പ്രകാശമായ, സകല ലോകത്തിന്റെയും വെളിച്ചമായ ഒരുവൻ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവന് ഇരുളില്ല. അതുകൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തിലുള്ള ഇരുള് മാറണമെങ്കിൽ അവന്റെ ഉള്ളിൽ വെളിച്ചം വന്നേ മതിയാകൂ. അതെ, സത്യ വെളിച്ചം കർത്താവായ യേശുക്രിസ്തു. അതെന്താ അങ്ങനെ പറയാൻ കാരണം? പാപമില്ലാത്ത വ്യക്തി, മറ്റുള്ളവർക്കെതിരെ തെറ്റ് ചെയ്യാത്ത വ്യക്തി, വാക്കിലും പ്രവൃത്തിയിലും ജീവിച്ചു കാണിച്ച ഏക യുഗ പുരുഷൻ, ഏക മാതൃക പുരുഷൻ, ഏക മധ്യസ്ഥൻ, ഏക രക്ഷകൻ, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രായനായ യേശുക്രിസ്തുവാകയാൽ അഞ്ചൽ പട്ടണത്തോട് വിളിച്ചു പറയട്ടെ, ലഹരി പാപത്തിന്റെ താക്കോലാണെങ്കിൽ, ലഹരിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പാപമാണെങ്കിൽ, പാപത്തിൽ നിന്ന് മോചനം നൽകുവാൻ ഒരൊറ്റ വ്യക്തിക്ക് പറ്റത്തുള്ളൂ, പാപരഹിതനായ ഒരു നേതാവിന്. അതുകൊണ്ട് ഞങ്ങൾ പരിചയപ്പെടുത്തട്ടെ, പാപം ചെയ്തിട്ടില്ലാത്തവൻ, പാപികൾക്ക് വേണ്ടി പ്രാണന നൽകിയവൻ, ഒരേ ഒരു വ്യക്തി, പരിശുദ്ധൻ നസ്രായനായ യേശു. യേശുക്രിസ്തുവിൽ കൂടെ അല്ലാതെ പാപ സ്വഭാവങ്ങളിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ധാരാളം ഡി അഡിക്ഷൻ സെന്ററുകളും മദ്യം മയക്കുമരുന്നിൽ നിന്ന് നമ്മളെ പിൻവലിപ്പിക്കുവാനുള്ള മരുന്നുകളൊക്കെ ഉണ്ട് സാറേ. എന്നിട്ടും പ്രശ്നത്തിന് പരിഹാരമില്ലല്ലോ. അതിനാൽ ഞാൻ പറഞ്ഞത്, എന്നേക്കും ഈ പ്രശ്നത്തിന് പരിഹാരം നൽകുന്ന ഒരൊറ്റ മാർഗമുണ്ടെങ്കിൽ അത് സുവിശേഷമാണ്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയരോട് പറയാനുള്ളത്, ഈ സുവിശേഷമാകുന്ന യേശുക്രിസ്തുവിന്റെ വെളിച്ചം എന്റെ ഉള്ളിൽ വരണം, എന്റെ കുടുംബത്തിൽ വരണം, എന്റെ ഭർത്താവിന്റെ അകത്ത് വരണം, എന്റെ മകന്റെ ഉള്ളിൽ വരണം. സാറേ, സമാധാനമില്ല, വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഒരു അമ്മ പറഞ്ഞതാ, എന്റെ മകനെ എനിക്ക് പേടിയാണെന്ന്. സ്വന്തം അമ്മയെപ്പോലെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ചെറുപ്പക്കാരന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയത് ലഹരിയാണെന്നേ. ഒരുപാട് കേസുകൾ, ഒരുപാട് വാർത്തകൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ സമീപിക്കുന്ന ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന
നിങ്ങളുടെ മക്കൾ എങ്ങോട്ട് എന്ന ആ പുസ്തകത്തിൽ ലഹരി വിമുക്ത കേരളം എന്ന ആ ലഘുലേഖയ്ക്കകത്ത് അതിന്റെ വിശദീകരണമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വായിച്ചു കേൾക്കാൻ സാധിക്കും. വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ നാടിനെ രക്ഷിക്കാനുള്ള ഏക മാർഗം മനുഷ്യന്റെ ഇരുള് നീക്കണം, മനുഷ്യന്റെ പാപ സ്വഭാവം മാറണം. നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യ സഹോദരൻ പറഞ്ഞതുപോലെ മദ്യം നിർത്തിയ അടുത്ത സാധനം വരും. തമിഴ്നാട്ടിലെ സഹോദരങ്ങൾ മുഴുവനും തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായി ബഹുമാനപ്പെട്ട ജോസഫ് വിജയ് പ്രിയ സാർ പറഞ്ഞു, അവിടുത്തെ പല മദ്യശാലകൾ അടച്ചപ്പോ മദ്യപാനികൾ എല്ലാവരും കൂടെ പറഞ്ഞു, ഞങ്ങൾ ഇനി കേരളത്തിലോട്ടോ കർണാടകയിലോട്ടോ പോയി അവിടെ പോയി കുടിച്ചോളാം. അതിൽ നിന്ന് മനസ്സിലായി, ഇത് നിർത്തലാക്കി അടുത്ത സാധനത്തിന് പുറകെ മനുഷ്യൻ പോകും. മദ്യമല്ല, അവനിലുള്ള ആസക്തിയും അവനിലുള്ള ഭാവവും അതിനെ തേടിപ്പോകാൻ അവനെ പ്രേരിപ്പിക്കും. അതുകൊണ്ടാണ് അവനെ പല MDMA മുതലായ പുറത്ത് പറയാൻ കഴിയാത്ത ലഹരി ഉൽപ്പന്നങ്ങൾ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന അനവധി യുവതിയുവാക്കന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. ഇതിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള ഒറ്റ മാർഗം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഒരേ ഒരു രക്ഷാമാർഗം അത് കർത്താവായ യേശുവിലൂടെ മാത്രമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നമുക്ക് അഞ്ചൽ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലഹരിയില്ലാത്ത നല്ലൊരു തലമുറ വാർത്തെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ട് ഇന്ന് പകൽ പകർന്നവരെ രക്ഷിക്കൂ, ഭാരമാറായവരെ ഉദ്ധരിക്കൂ, ഇങ്ങനെ നമ്മുടെ ഭാരതത്തെ സംരക്ഷിക്കൂ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ക്ഷമയോടെ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി, നമസ്കാരം.